ഇപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു, ഈ പറഞ്ഞ കൂട്ടുകാരികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടാ ഞാൻ MBA പ്ലാൻ ചെയ്യുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് MBAക്ക് സ്കോപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്റെ പൊന്നു മോളെ നീ ഇവിടെ വരരുത്, ഇവിടെ ഒന്നാതേ എല്ലാരും വന്നിട്ട് പെട്ട് കിടക്കാന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ എനിക്കും ആ ഒരു മൈൻഡ് സെറ്റില് ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു ഇത് ഞാനും മാറ്റിക്കളഞ്ഞു. കാരണം എല്ലാരും ഇപ്പം ലണ്ടനിലേക്കാണ് പോകുന്നത്, എല്ലാരും. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് നമുക്കുള്ള പരിപാടിയില്ല. അതും അവിടെ എന്ത് ചെയ്തു, അവിടെ നിർത്തി. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു, പിന്നെ ഞാൻ ഇനി എന്തെടുക്കും, എനിക്ക് എന്താ പഠിക്കാൻ പറ്റുക. അപ്പോഴാണ് എന്റെ അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് എങ്ങനെയാലും ഏവിയേഷൻ പഠിക്കാന്നുള്ളത്. പക്ഷെ ഏവിയേഷൻ അവൾ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാല് അവൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്തു, അത് അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ എടുക്കാം, എന്നെ എടുത്ത് നോക്കിയാലോ എന്ന് കരുതിയിട്ട് ഞാനത് ഗൂഗിളിൽ തപ്പാണ് ഏതാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഞാൻ ഫ്ലൈ സ്റ്റാർ ഏവിയേഷൻ അക്കാദമി ഉള്ളൂരുള്ള, ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൂരുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയത്. അപ്പം അവിടെ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈൻ വഴി നോക്കിയപ്പോഴത്തേക്ക് ശ്രീദേവി എന്ന് പറഞ്ഞ മാമാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ആദ്യമായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ആ മാം എന്റെ അടുത്ത് ഗൈഡും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ പക്ഷെ പറഞ്ഞ പൈസ 2 lakh ആയിരുന്നു, 1,80,000 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു 1,80,000 ഓ മൈ ഗോഡ്. അപ്പൊ വീട്ടുകാരൊന്നും അധികം സപ്പോർട്ട് ചെയ്തില്ല. ഒന്നാമത് വാപ്പ തന്നെ എന്ത് ചെയ്തു, മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇതിലൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പറ്റില്ലായിരിക്കും, എടുക്കില്ല. പിന്നെ ഉമ്മച്ചി എന്റെ കൂടെ കട്ട് സപ്പോർട്ടാന്ന് നിന്നു. ഉമ്മച്ചി ചോദിച്ചു